ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നമ്മുടെ ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് പ്രദീപ് സാർ, വെൽക്കം ടു ദ ഷോ. Good morning, Jasmine. Good morning, viewers. ഏതായാലും മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് 22,200 മറികടന്നുകൊണ്ട് വളരെ ഫ്ലാറ്റ് നോട്ടിലാണ് വ്യാപാരം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ബുൾസിന് അനുകൂലമായിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരിക്കാനുള്ള ഒരു സാധ്യത ഇന്നത്തെ ദിവസമുണ്ടോ? എന്താണ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ടത്? ജാസ്മിൻ, നിഫ്റ്റി 50യുടെ അണ്ടർടോൺ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് നിഫ്റ്റി 50യുടെ കേസിൽ വീണ്ടും നമ്മളൊരു ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണണമെങ്കിൽ 22,300 പോയിന്റിന്റെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് മാർക്കറ്റിൽ കാണാൻ സാധിക്കത്തുള്ളൂ. അതോടൊപ്പം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഫ്ലാറ്റ് നോട്ടിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. 19 പോയിന്റിന്റെ ഒരു മുന്നേറ്റമാണ് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രകടമാകുന്നത്. 46,682 എന്നൊരു ഇൻട്രാഡേ ഹൈ ആണ് ആദ്യ നിമിഷങ്ങളിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് സാറിന്റെ ഇനിയുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ അഗെയിൻ വളരെ ബുള്ളിഷ് ആയിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ 46,900 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ബാങ്കിങ് ഹെവി വെയ്റ്റ്സിൽ തീർച്ചയായിട്ടും നമുക്കൊരു ബൈയിങ് അവസരം ഇന്ന് തന്നെ ലഭിക്കും. പ്രദീപ് സർ, ഇൻഡെക്സിലേക്ക് വരുന്ന സമയത്ത് പ്രൈവറ്റ് ബാങ്കിനെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. വളരെ ഫ്ലാറ്റ് ഒരു പോസിറ്റീവ് നോട്ടിലേക്ക് ഇപ്പോൾ മാറുന്നുണ്ട് പ്രൈവറ്റ് ബാങ്ക്. പ്രധാനപ്പെട്ട പ്രൈവറ്റ് ബാങ്ക് ഓഹരികളൊക്കെ തന്നെ നേട്ടം നൽകിയ സമയത്തും സൂചികയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇയർ ടു ടിൽ ഡേറ്റിൽ 6.12% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. പ്രൈവറ്റ് ബാങ്ക് സൂചികയുടെ ഈ ഒരു പെർഫോമൻസിനെ അണ്ടർ പെർഫോമൻസ് ആയിട്ട് വിലയിരുത്താൻ സാധിക്കുമോ? ഈ ഒരു സൂചികയുടെ നിലവിലെ ഒരു അണ്ടർ ടോൺ എങ്ങനെയാണ്? നമ്മൾ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഇൻഡെക്സ് PSU ബാങ്ക് ഇൻഡെക്സ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു അണ്ടർ പെർഫോമൻസ് തന്നെയായിരുന്നു. അതിന്റെ ഒരു പ്രധാന കാരണക്കാരൻ നാച്ചുറലി വാസ് HDFC ബാങ്ക്. ബിക്കോസ് HDFC ബാങ്കിന്റെ കേസിൽ നമ്മൾ കഴിഞ്ഞ ഒത്തിരി ആഴ്ചകളായിട്ട് കണ്ട സെല്ലിംഗ് ആയിരുന്നു കാണാൻ ഇടയായത്. ബട്ട് എന്റെ ഒരു ബിലീഫ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സെല്ലിംഗ് പ്രഷർ HDFC ബാങ്ക് ഇൻ പർട്ടിക്കുലർ അവസാനിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം HDFC ബാങ്ക്, അതുപോലെ തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്ക്, ആക്സിസ് ബാങ്ക്, ICICI ബാങ്കിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. യെസ്. ഒപ്പം തന്നെ ഇന്നത്തെ വിപണിയിൽ ഇൻഫിബീം അവന്യൂസിനെ സംബന്ധിച്ച് നിലവിൽ 1.5% ഒരു ഇടിവോട് കൂടിയിട്ടാണ് ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 36.15 എന്നൊരു ഓപ്പണിംഗ് നൽകിയതിന് ശേഷം 35.70 റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത്. ഇൻഫിബീം അവന്യൂസുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ഇൻഫിബീമിന്റെ അണ്ടർടോൺ നോക്കിക്കഴിഞ്ഞാൽ വളരെ ബുള്ളിഷ് ആയിട്ട് കാണുന്നത്. ഇൻഫാക്ട് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ വെറും 16 രൂപയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് ഈ ജനുവരി മാസം ആകുമ്പോഴേക്കും 40 രൂപ വരെ നമുക്ക് നേട്ടം നൽകിയിരുന്നു. അതിനുശേഷം നമ്മൾ ഈ സ്റ്റോക്കിൽ വി ആർ സീയിങ് പ്രോഫിറ്റ് ടേക്കിംഗ്. സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 38.50 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു പുതിയ ബൈയിങ് സിഗ്നൽ നമുക്ക് ഈ സ്റ്റോക്കിൽ ലഭിക്കത്തുള്ളൂ. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 33 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റോക്ക് ICICI ലൊംബാർഡിനെ കുറിച്ചാണ്. നിലവിൽ 1.42% ഇടിവാണ് ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നത്. ഒരു പ്രോഫിറ്റ് ബുക്കിംഗിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഒരു വർഷത്തിൽ സ്റ്റോക്ക് കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം 20% ഒരു നേട്ടം നൽകിയിട്ടുണ്ട്. നിലവിലെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയുന്നത് ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസിന്റെ ഓഹരികൾ ICICI ബാങ്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഓപ്പൺ മാർക്കറ്റ് വഴി 1.4% ഓഹരികൾ വാങ്ങുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റിനെ തുടർന്നാണ്. ഈ ഒരു സ്റ്റോക്കിലുള്ള നിലവിലെ താങ്കളുടെ ഒരു വ്യൂ എങ്ങനെയാണ്? ബുള്ളിഷ് ആൻഡ് ICICI ലൊംബാർഡിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇന്നലെ സ്റ്റോക്ക് വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. അറ്റ് റെക്കോർഡ് ഓൾ ടൈം ഹൈ 1740 രൂപയ്ക്ക് അടുത്ത്. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോക്കിൽ ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. വരും സെഷൻസിൽ തീർച്ചയായിട്ടും ഒരു അല്പം പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ നടക്കാൻ ചാൻസസ് ഉണ്ട്. ബട്ട് അതൊന്നും വിലയിരുത്തേണ്ട. സ്റ്റോക്കിന് മേജർ സപ്പോർട്ട് 1550 രൂപയിൽ എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് കുറെ കൂടെ നേട്ടം നൽകാതെ ആ സപ്പോർട്ട് ലെവലിലോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഒപ്പം തന്നെ ഇന്നത്തെ വിപണിയിൽ ഈസി ട്രിപ്പ് പ്ലാനേഴ്സിനെ സംബന്ധിച്ച് 1.5% നേട്ടമാണ് ഈ ഒരു ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 49 രൂപ 50 പൈസ റേഞ്ചിലാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് നടത്തുന്നത്. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ഓഹരികൾ കൈവശമുള്ള നിക്ഷേപകർ സ്വീകരിക്കേണ്ട ഒരു സ്റ്റാൻസ് എന്താണ്? കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ പൊസിഷൻ. ഇതിൽ ഒരേ ഒരു പ്രശ്നം കാണുന്നത് ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. സോ ഈസി ട്രിപ്പിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 54 രൂപയല്ല. ബട്ട് എനിക്ക് തോന്നുന്നത് വരും സെഷൻസിൽ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 44 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. പ്രദീപ് സർ, ഇന്നിപ്പോൾ ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റിന്റെ ഓഹരികളിലേക്ക് വരുന്ന സമയത്ത് 0.5% ഒരു മുന്നേറ്റം കാണുന്നുണ്ട്. നിലവിൽ 1201 രൂപ എന്നുള്ള ഒരു ഇൻട്രാഡേ ഹൈ കൂടി ഈ ഒരു സ്റ്റോക്ക് ടച്ച് ചെയ്തിട്ടുമുണ്ട്. ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം FMCGയിൽ അല്പം മുന്നേറ്റത്തിനുള്ള ഒരു സാധ്യതകളൊക്കെ തന്നെ കുറെ നാളുകളായിട്ട് കാണിച്ചു വരികയാണ്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇയർ ടു ടിൽ ഡേറ്റിൽ 9% ഒരു നേട്ടം നൽകി കഴിഞ്ഞിട്ടുമുണ്ട്. അതേസമയം ടാറ്റ സ്റ്റോക്കുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു മുന്നേറ്റം ടാറ്റയുടെ ഈ ഒരു FMCG മേഖലയിലേക്കും വരുന്നു എന്ന് വേണോ മനസ്സിലാക്കാനായിട്ട്? ടാറ്റ കൺസ്യൂമറിന്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. ബട്ട് ഈ ജനുവരി മാസത്തിലെ സ്റ്റോക്ക് ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവല് നമുക്ക് 1190 രൂപയിൽ നൽകിയതിനു ശേഷം സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ ഫേസിലോട്ട് വഴിമാറിയിട്ടുണ്ട്. അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. നമ്മൾ ഷോർട്ട് ടേം ഒരു മൊമെന്റത്തിന് വേണ്ടി ഈ സ്റ്റോക്കിൽ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 1200 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. മൈ പേഴ്സണൽ എക്സ്പെക്ടേഷൻ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. അതോടൊപ്പം ഇന്നിപ്പോൾ തിത്തക റെയിലിനെ സംബന്ധിച്ച് ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 983 രൂപ എന്നൊരു ഇൻട്രാഡേ ഹൈയിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിലും തുടക്കത്തിൽ ഒരു 983 എന്ന റേഞ്ചിൽ വ്യാപാരം ആരംഭിച്ചെങ്കിലും നിലവിൽ 975 രൂപ റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. തിത്തക റെയിൽ കൈവശമുള്ള നിക്ഷേപകരെ സംബന്ധിച്ച് മുന്നോട്ടേക്ക് ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? റെയിലിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് അഗെയിൻ ജനുവരി മാസത്തിൽ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ 1248 രൂപ എത്തിയതിനു ശേഷം വി ആർ സീയിങ് കൺസോൾട്ടേഷൻ. സ്റ്റോക്കിന്റെ കേസിൽ നമ്മളിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ഏരിയ 1050 രൂപയായിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സ്റ്റോക്കിൽ പുതിയൊരു ബൈയിങ് അവസരം ലഭിക്കാൻ പോകുന്നുള്ളൂ. എസ് പ്രദീപ് സർ, ഇന്നിപ്പോൾ 1% മുന്നേറ്റം NMDCയുടെ ഓഹരികൾ കാഴ്ചവെക്കുന്നുണ്ട്. ഈ ഒരു പൊതുമേഖലാ സ്ഥാപനം ഇടക്കാല ലാഭവിഹിതം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളമാണ് ഇന്നിപ്പോൾ 1% ഒരു മുന്നേറ്റത്തോടു കൂടി NMDCയുടെ ഓഹരികൾ 227.3 എന്നുള്ള ഒരു നിലവാരത്തിൽ ട്രേഡ് ചെയ്യുന്നത്. NMDCയുടെ ഒരു ലോങ് ടേം വ്യൂ എങ്ങനെയാണ്? പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? NMDCയുടെ ലോങ് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ഇൻഫാക്ട് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലെ സ്റ്റോക്ക് വെറും 120 രൂപയിലായിരുന്നു ട്രേഡിംഗ് നടത്തി വന്നത്. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിലെ സ്റ്റോക്ക് ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ, അതായത് 252 രൂപ വരെ എത്തിയിരുന്നു. അതിനെ തുടർന്ന് വി ആർ സീയിങ് എ ലോട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. ഈ ഒരു സമയത്ത് നമുക്ക് ഈ സ്റ്റോക്കിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരവും കാണുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ 220 രൂപ. അവഞ്ചൽ ലിമിറ്റഡിന്റെ ഓഹരികളെ സംബന്ധിച്ച് ഇന്നിപ്പോൾ 1.5% നേട്ടത്തിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അവഞ്ചലിന്റെ ഒരു പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് കഴിഞ്ഞൊരു 1 ഇയറിലും വർഷങ്ങളൊക്കെ ആയിട്ട് മൾട്ടി ബാഗർ റിട്ടേൺ നൽകിയിട്ടുണ്ടെങ്കിലും ഈ ഒരു വർഷം ആരംഭിച്ചതിന് ശേഷം കാര്യമായിട്ടുള്ള പ്രകടനം നൽകാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇയർ ടിൽ ഡേറ്റ് പ്രകടനം നോക്കുമ്പോഴും 4% നേട്ടം മാത്രമാണ് ഈ ഒരു ഓഹരി നൽകിയിരിക്കുന്നത്. അവഞ്ചലിനെ സംബന്ധിച്ച് സാറിന്റെ എക്സ്പെക്ടേഷൻസ് എന്താണ്? ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുമോ? അവൻറ്റലിന്റെ കേസ് എടുക്കുമ്പോഴേക്ക് അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് എങ്കിലും ഇമ്മീഡിയറ്റ് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് തുടരുന്നത്. സോ അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ബൈയിങ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്ക് 125 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ.
എസ് പ്രദീപ് സർ, നാറ്റ്കോ ഫാർമയെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നാറ്റ്കോ ഫാർമയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 0.37% ഒരു മുന്നേറ്റം ഇന്നത്തെ ദിവസം പ്രകടമാക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇയർ ടു ടിൽ ഡേറ്റ് പെർഫോമൻസിലേക്ക് വന്നാലും മികച്ച നേട്ടം നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. 24.5% മുകളിൽ. കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസംബർ ക്വാർട്ടറിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നതും മികച്ചത് തന്നെയായിരുന്നു. നാറ്റ്കോ ഫാർമയുടെ ഒരു നിലവിലെ അണ്ടർടോൺ എങ്ങനെയാണ്? നാറ്റ്കോ ഫാർമ നമുക്ക് ബ്രേക്ക് ഔട്ട് നൽകിയത് കഴിഞ്ഞ ഡിസംബർ മാസത്തിലായിരുന്നു. ഡിസംബർ മാസത്തിലെ 760 രൂപയിലായിരുന്നു സ്റ്റോക്കിന്റെ ട്രേഡിംഗ്. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ സ്റ്റോക്ക് ഒരു 52 വീക്കായി 1100 രൂപ വരെ നമുക്ക് നേട്ടം നൽകിയിരുന്നു. സിൻസ് ദെൻ സ്റ്റോക്കിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായിട്ടുണ്ട്. ആൻഡ് നമ്മൾ വാച്ച് ചെയ്ത് ഇരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 960, 980 ആ ഒരു റേഞ്ച് ആയിരിക്കണം. ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം നമുക്ക് സ്റ്റോക്കിൽ ലഭിക്കും. ഇന്നത്തെ ബുള്ളിഷ് ട്രിഗർ അറ്റ് ദ മൊമെന്റ് നിലനിൽക്കുന്നത് 1040 രൂപയില. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഒരു ബൈങ് അവസരം ലഭിക്കാൻ പോകുന്നുള്ളൂ. ഇന്നിപ്പോൾ ജിയോഫിനിന്റെ ഓഹരികളെ സംബന്ധിച്ച് ഫ്ലാറ്റ് നോട്ടിലും 1.5% ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നു. 314 രൂപ റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജിയോ ഫിനാൻഷ്യൽ സർവീസിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ജിയോഫിന്റെ കേസിൽ ഒരു ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. എനിക്കൊരു ലോങ് പൊസിഷൻ ജിയോഫിനിലുണ്ട്. ആൻഡ് ജിയോഫിന്റെ കേസിൽ ദ ഇമ്പോർട്ടന്റ് പോയിന്റ് ടു നോട്ടീസ്, നമുക്ക് കഴിഞ്ഞ ദിവസം ഇതിലൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ എത്തിയതിനു ശേഷം കഴിഞ്ഞ 3 സെഷൻസ് ആയിട്ട് സ്റ്റോക്കിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായിട്ടുണ്ട്. സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ഏരിയ എനിക്ക് കാണാൻ സാധിക്കുന്നത് 295 രൂപയില. ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് ആദ്യം സ്ഥിരീകരിക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കാൻ പോകുന്നുള്ളൂ. എസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ മഹീന്ദ്ര ഹോളിഡേയ്സിന്റെ ഓഹരികൾ 1% ഒരു മുന്നേറ്റത്തോടു കൂടി 424 രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു കമ്പനിയുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാലും ലാസ്റ്റ് ക്വാർട്ടറിൽ വന്ന ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസും മികച്ചത് തന്നെയായിരുന്നു. ഈ ഒരു വർഷത്തിലും കഴിഞ്ഞ വർഷത്തിലും മികച്ച ഒരു പെർഫോമൻസ് നൽകിയിട്ടുമുണ്ട്. മഹീന്ദ്ര ഹോളിഡേയ്സിനെ കുറിച്ചുള്ള സാറിന്റെ ഒരു വ്യൂ എങ്ങനെയാണ്? മഹീന്ദ്ര ഹോളിഡേയ്സിന്റെ ലോങ് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. സോ സ്റ്റോക്കിന് വളരെ ശക്തമായിട്ടൊരു റെസിസ്റ്റൻസ് 470, 480 റേഞ്ചിൽ കാണുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന എളുപ്പമായിരിക്കത്തില്ല. ലെറ്റസ് വെയിറ്റ് ഇട്ടിൽ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു പുതിയ എൻട്രി അവസരം ലഭിക്കാൻ പോകുന്നുള്ളൂ. അതോടൊപ്പം മറ്റൊരു സ്റ്റോക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ആവലോൺ ടെക്നോളജീസ് ആണ്. ആവലോൺ ടെക്നോളജി സംബന്ധിച്ച് 524 രൂപ റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ഒരു 1 മന്ത് ആയിട്ട് ഈ ഒരു സ്റ്റോക്കിൽ കാര്യമായ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എയർടെൽ ഡേറ്റിലും ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. ആവലോൺ ടെക്നോളജീസ് കൈവശമുള്ള നിക്ഷേപകർ സ്വീകരിക്കേണ്ട ഒരു സ്റ്റാൻസ് എന്താണ്? ആവലോൺ ടെക്നോളജിയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ 542 കാണുന്നു. സോ 542ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു പുതിയ ബൈങ് അവസരം ലഭിക്കാൻ പോകുന്നുള്ളൂ. യെസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ പൂനാവാല ഫിൻകോർപ്പിനെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. 472.65 എന്നുള്ള ഒരു നിലവാരത്തിലാണ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ വർഷവും കഴിഞ്ഞ വർഷവും ഒക്കെ നേട്ടങ്ങൾ നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ലാസ്റ്റ് ക്വാർട്ടറിലെ ഒരു 3-ാം പാദ ഫലങ്ങളൊക്കെ വന്നതിന് ശേഷം 76% ഒരു ഉയർച്ച കമ്പനിയുടെ ഒരു ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസിൽ വന്നതോടുകൂടി ഒരു വർഷത്തെ ഏറ്റവും വലിയൊരു ഉയർന്ന നിലവാരത്തിലേക്ക് കൂടി കഴിഞ്ഞ മാസം സ്റ്റോക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പൂനാവാല ഫിൻകോർപ്പിന് ഇനി ഒരു മുന്നേറ്റത്തിനുള്ള സാധ്യത എത്രമാത്രമാണ്? പൂനാവാല ഫിൻകോർപ്പിന്റെ ലോങ് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ സ്റ്റോക്ക് ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ 509 രൂപ എത്തിയതിനു ശേഷം നമ്മൾ ഈ സ്റ്റോക്കിൽ നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് നമുക്ക് ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് ഒരു ബൈങ് അവസരവും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. സോ ലെറ്റ് us wait till സ്റ്റോക്കിൽ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്യപ്പെടട്ടെ. അതിനുശേഷം നമുക്ക് ലോങ് പൊസിഷൻ പരിഗണിക്കാം.
ഇന്ന് ഫെഡറൽ ബാങ്കിന്റെ ഓഹരികളെ സംബന്ധിച്ച് 0.3% ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. 153 രൂപ റേഞ്ചിലാണ് ഫെഡറൽ ബാങ്കിന്റെ ഓഹരികൾ ട്രേഡിംഗ് നടത്തുന്നത്. ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു മുന്നോട്ടേക്കുള്ള ഒരു വ്യൂ എന്താണ്? ഫെഡറൽ ബാങ്കിന്റെ ലോങ് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. കഴിഞ്ഞ 3 ക്വാർട്ടേഴ്സിൽ നല്ല മികച്ച ഫൈനാൻഷ്യൽ പെർഫോമൻസ് നൽകിയ ഒരു സ്റ്റോക്ക് ഫെഡറൽ ബാങ്ക്. ആൻഡ് ഫെഡറൽ ബാങ്കിന്റെ കേസിൽ 145 രൂപയിൽ നല്ല സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസും ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് തീർച്ചയായിട്ടും നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിലൊക്കെ കംഫർട്ടബിൾ ആണെങ്കിൽ ഈ ഒരു കറക്ഷൻ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻസ്. പ്രദീപ് സർ, ഇന്നിപ്പോൾ ആദിത്യ ബിർള ക്യാപിറ്റലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 187 രൂപയിലാണ് ഈ ഒരു സ്റ്റോക്ക് വ്യാപാരം മുന്നോട്ട് പോകുന്നത്. കാര്യമായിട്ടുള്ള ഒരു നേട്ടങ്ങൾ ഇന്നത്തെ ദിവസത്തിൽ ആദിത്യ ബിർള ക്യാപിറ്റലിൽ കാണാൻ സാധിക്കുന്നില്ല. നിലവിൽ ഈ ഒരു സ്റ്റോക്കിൽ ഒരു ബൈയിങ് അവസരമുണ്ടോ? ബിർള ക്യാപിറ്റലിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ അത് ബുള്ളിഷ് ആയിട്ട് കാണുന്നത്. ബട്ട് സ്റ്റോക്കിന് 190, 200 ആ ഒരു റേഞ്ചിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഫോം ചെയ്തിട്ടുണ്ട്. ആ 200 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കാൻ പോകുന്നുള്ളൂ. ഇന്നത്തെ വിപണിയിൽ ഏഷ്യൻ പെയിന്റ്സിനെ സംബന്ധിച്ച് തുടർച്ചയായ 5ാം സെഷനിലും ഒരു ഇടിവ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏഷ്യൻ പെയിന്റ്സ് ഇപ്പോൾ 1.5%-അടുത്ത് 2824.35 എന്ന റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏഷ്യൻ പെയിന്റ്സിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഒരു എൻട്രി അവസരമുണ്ടോ? ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിൽ ഏഷ്യൻ പെയിന്റ്സിന് 2900 രൂപയിൽ വളരെ മേജർ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി 3 സെഷൻസിന് മുൻപ് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടു. അതിനെ തുടർന്ന് ഈ വീക്ക്നെസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു എൻട്രി അവസരം കാണുന്നില്ല. പൂർണ്ണമായിട്ടും ഈ സ്റ്റോക്കിലെ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. എസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഓഹരികളിലേക്ക് വരുമ്പോൾ 5%-അടുത്ത് ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നു. 895 രൂപ എന്നുള്ള ഒരു നിലവാരത്തിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ചിടത്തോളം കമ്പനി നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഫെറി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യാൻ എത്തും എന്നുള്ള ഒരു വാർത്തകളൊക്കെ തന്നെ വരുന്നു. അതിന്റെ ഒരു മുന്നേറ്റമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിന്റെ നിലവിലെ അണ്ടർടോൺ എങ്ങനെയാണ്? പ്രധാനമായിട്ടും ഒരു ലോങ് ടേമിലേക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഒത്തിരി മാസങ്ങളായിട്ടൊരു കറക്ഷൻ നേരിടുകയായിരുന്നു. ആൻഡ് ഇന്നത്തെ ഈ ഒരു 4% ഗെയിനെ തുടർന്ന് നമുക്ക് ആ ഒരു കറക്ഷൻ അവസാനിച്ചു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്നത് അറൌണ്ട് 895 റുപ്പീസ്. ആ ഒരു ലെവലിലാണ് ഇപ്പൊ നിലവിൽ ട്രേഡിംഗ് നടത്തി വരുന്നത്. മൈ എക്സ്പെക്ടേഷൻ ഈ സ്റ്റോക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ നമുക്ക് നൽകും. അതോടൊപ്പം തന്നെ താങ്കളെ ഇന്ന് ഫ്രീ ആക്കുന്നതിന് മുൻപ് ഇന്നത്തെ വിപണിയിൽ താങ്കൾ പ്രധാനമായിട്ടും ഏതെങ്കിലും സ്റ്റോക്സുകൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടോ? വൺ സ്റ്റോക്ക് ഡെഫിനറ്റ്ലി ഇപ്പോൾ എന്റെ അറ്റൻഷനിലോട്ട് വന്നിരിക്കുന്നത് ഇറ്റ് ഈസ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. പിന്നീട് കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ട് കറക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ആയിരുന്നു ടാൻല പ്ലാറ്റ്ഫോം. സോ ടാൻല പ്ലാറ്റ്ഫോമിന്റെ കേസിൽ ഇന്ന് ഓൾമോസ്റ്റ് ഒരു 3% നേട്ടം നമുക്ക് നൽകിയിട്ടുണ്ട്. ഐ തിങ്ക് ഈ ഒരു സ്റ്റോക്ക് വരും സെഷൻസിൽ ഇതിന്റെ കറക്ഷൻ പൂർത്തിയായെന്ന് നമുക്കൊരു കൺഫർമേഷൻ നൽകും. ആൻഡ് നാച്ചുറലി കറക്ഷൻ നടക്കുന്നത് കൊണ്ട് ഞാൻ ജിയോ ഫൈനാൻസിൽ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത കാലത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ട ടാറ്റ ടെക്നോളജി, ഗാന്ധാർ ആൻഡ് ഫെഡറൽ ബാങ്ക് ഫൈനാൻഷ്യൽ സർവീസസ്, ഈ 3 സ്റ്റോക്സിലും നമ്മൾ കഴിഞ്ഞ 3-4 സെഷൻസ് ആയിട്ട് നല്ലൊരു സെല്ലിംഗ് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായിട്ടുണ്ട്. ആൻഡ് വാട്ട് വി ഷുഡ് ഡു ഇസ് ഈ ഒരു സ്റ്റോക്സിലൊക്കെ തന്നെ അതിന്റെ റെക്കോർഡ് ഓൾ ടൈം ലോ ലെവൽസിലെ സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ബൈയിങ് അവസരം ഈ സ്റ്റോക്സിലൊക്കെ ലഭിക്കും.